ഈ അയ്യപ്പൻ എന്ന് പറയുന്ന ആ വിശ്വാസത്തോട് പോലും പുച്ഛം തോന്നുന്ന ഒരു ഭരണാധികാരിയുടെ കാലഘട്ടമല്ലേ ഇത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? വല്ലതും പറഞ്ഞാൽ നമ്മളെ കൂടെ എന്നെ ഒന്നേ പ്രതിയാക്കും, അത്രേ ഉള്ളൂ. എനിക്ക് 10-17 കേസ് പ്രതിയായില്ല. അതുപോലെ ഒന്നുകൂടെ ആയിക്കോട്ടെ, എനിക്ക് വിരോധമില്ല. ഞാൻ പറഞ്ഞ ഇതൊക്കെ മര്യാദയാണോ? ഒരു ഗവൺമെൻറ് ജനപ്രതിനിധികളല്ലേ, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ. ഈ കേരളത്തിലെ ജനങ്ങളിൽ 99.5% ദൈവവിശ്വാസികളാണ്. പിണറായി ഉൾപ്പെടെ, പിണറായി ഇപ്പം മാറ്റം വന്നിട്ടുണ്ട്, അസുഖമായി ആക്കാൻ മേലെന്നായപ്പം ഇപ്പം വിശ്വാസിയായിട്ടുണ്ട്. ഇപ്പോൾ ആരുണ്ട്? ഒരു 0.5% പോലും അവിശ്വാസികളും നാസ്തികരും ഇല്ലാത്ത കേരളത്തിൽ അയ്യപ്പൻ എന്ന് പറയുന്ന റിയാലിറ്റി, അതൊരു വസ്തുതയാണ്, സത്യമാണ്. അയ്യപ്പൻ എന്ന് പറയുന്ന റിയാലിറ്റി, ആ സത്യത്തെ ഉൾക്കൊള്ളാൻ എന്തുകൊണ്ട് ഈ ഏപ്പന്മാർക്ക് കഴിയുന്നില്ല എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. ഇതൊക്കെ വിശ്വാസികൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇവിടെ ഭരണവും പ്രതിപക്ഷവും ഉണ്ട്. ഭരണകക്ഷി കാണിക്കുന്ന ഈ ഊളത്തരങ്ങൾ തുറന്ന് കാണിക്കേണ്ട പ്രതിപക്ഷമാണ്. ആ പ്രതിപക്ഷവും കണക്കാ. എന്ത് ചെയ്യും? ആണും പെണ്ണും കെട്ട രീതിയിൽ പ്രതിപക്ഷവും. ആ വീഴ്ചത്തിൽ ഏതാണ്ടൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കും. രമേശ് ചെന്നിത്തല ഇപ്പറേ പറഞ്ഞുകൊണ്ട് നടക്കും. അപ്പോൾ അതിനൊക്കെ അപ്പുറത്ത് മുരളി പറഞ്ഞുകൊണ്ട് നടക്കും. സുധാകരൻ ഇതെല്ലാം കടത്തി പറഞ്ഞുകൊണ്ടിരിക്കും. ഇതെല്ലാം എതിർത്തുകൊണ്ട് വേറെ ഒരു MP ഉണ്ട് തിരുവനന്തപുരത്ത്, അയാൾ പറയും. പിന്നെ തീർന്നില്ലേ? ശശി തരൂർ. അതായത് ഒരു യോജിപ്പില്ലാത്ത പ്രതിപക്ഷം. അവരെങ്കിലും മാന്യമായിട്ട് പ്രതികരിക്കേണ്ട. ഇത് ശരിയല്ലെന്ന് പറയണ്ടേ? എൻ്റെ വഴിയാണ് ഇത് പറയേണ്ടത്, അവരുടെ ജോലിയാണ്. ചെയ്യുന്നില്ല. ഞങ്ങൾ BJPയെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് കാഴ്ചപ്പാടുണ്ട്. ഞാൻ BJPയുടെ ഒരു വക്താവാണ്. ആ നിലയ്ക്ക് വളരെ വ്യക്തമായി ഞങ്ങൾ അന്ന് പബ്ലിക് മീറ്റിംഗ് വെച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഈ കൊള്ള അവസാനിപ്പിക്കണം. ഇതിൽ 1-ാം പ്രതി വാസവനാണ്. അതിൽ 1-ാം പ്രതിയെ പോലെ കൂട്ടുത്തരവാദിത്വമുള്ള പ്രതിയാണ് മുഖ്യമന്ത്രി. കഴിഞ്ഞ 15 കൊല്ലമായിട്ട് ദേവസ്വം ബോർഡ് നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതിക്കാരായ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെയും മെമ്പർമാരെയും ആരെയെന്ന് നോക്കണം, മുഖം നോക്കാതെ നടപടി സ്വീകരിക്കണം. ഇവിടെ ബഹുമാനപ്പെട്ട കോടതിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമായതുകൊണ്ട് കുറച്ചൊക്കെ നീതി നടപ്പാക്കുന്നുണ്ട്. അവർക്ക് എത്രമാത്രം നടപ്പാക്കാൻ കഴിയുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇല്ലെങ്കിൽ ഇത് 36 രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ അയ്യപ്പ സന്നിധി എത്തുന്ന ആളുകളുണ്ട്, അയ്യപ്പ ഭക്തന്മാർ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ CBI തന്നെ ഏൽപ്പിച്ചാലും തെറ്റില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. വിടാൻ പാടില്ല. ഈ കൊള്ളസംഘത്തെ അറസ്റ്റ് ചെയ്യണം തന്നെയാണ് എൻ്റെ അഭിപ്രായം.